ഇതാണ് തിമിംഗലത്തിന്റെ ശബ്ദം. വിഴിഞ്ഞം ഭാഗത്തെ ആഴക്കടലിൽ സ്ഥാപിച്ച ഹൈഡ്രോഫോൺ മുഖേനയാണ് ഈ ശബ്ദം ഗവേഷകർ രേഖപ്പെടുത്തിയത്. ഈ ദൃശ്യങ്ങളിൽ വെള്ളവര കാണുന്ന ഭാഗത്ത് കേൾക്കുന്ന ശബ്ദമാണ് തിമിംഗലത്തിന്റേത്. മറ്റുള്ള ശബ്ദം കടലിന്റെ അടിത്തട്ടിലേതാണ്. കൂട്ടം കൂടൽ, പുതിയ സ്ഥലങ്ങളിലേക്കുള്ള അധിനിവേശം, ഇണചേരൽ എന്നിവയ്ക്കുൾപ്പെടെയുള്ള ആശയവിനിമയത്തിനാണ് തിമിംഗലം ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് എന്ന് കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം മേധാവി ഡോക്ടർ എ ബിജുകുമാർ പറയുന്നു. സാധാരണഗതിയിൽ കടലിലെ ഏറ്റവും വലിയ ജീവികളായ തിമിംഗലങ്ങളെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതികളിൽ പഠിക്കാം. ഒന്ന്, നേരിട്ടുള്ള ഒരു ഒബ്സർവേഷൻ, നിരീക്ഷണം. അതല്ലെങ്കിൽ അതിൻ്റെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അത് ഏതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ നേരിട്ടുള്ള നിരീക്ഷണത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, ഒന്ന്, ഇത് കുറച്ച് പുറംകടലിലൂടെ യാത്ര ചെയ്യുന്ന ജീവികളാണ്. അതുമാത്രമല്ല, കേരള തീരത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ തീരത്ത് തിമിംഗലങ്ങൾ സുലഭമല്ല. അത് പലപ്പോഴും അതിൻ്റെ ഒരു ദേശാടന പാതയിലാണ് പലപ്പോഴും കേരള തീരം വരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അതിൻ്റെ ഒരു വലിയ പോപ്പുലേഷൻ പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കേരള തീരത്ത് ശക്തമായിട്ടുള്ള രേഖപ്പെടുത്തലുകളില്ല. അത് പലപ്പോഴും നമുക്ക് വരുന്നത് തിമിംഗലങ്ങൾ ചത്തടിഞ്ഞിട്ട് കേരള തീരത്ത് എത്തുന്നതായിട്ടാണ് പ്രധാനപ്പെട്ട റെക്കോർഡുകൾ ഉള്ളത്. മത്സ്യത്തൊഴിലാളികൾ പലരും തിമിംഗലങ്ങളെ അവരുടെ ഈ മത്സ്യം പിടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മൂറങ്കടലിൽ കണ്ടിട്ട് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് രേഖപ്പെടുത്തലുകൾ നമുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 2018 ഈ ഒമാൻ തീരത്ത് നിന്നും തിരിച്ച ഒരു ഹംബാക്ക് അല്ലെങ്കിൽ കൂനൻ തിമിംഗലം അത് കേരള തീരത്തേക്ക് വരികയും അത് പിന്നീട് തമിഴ്നാട് മന്നാർ ഉൾക്കടലിൽ എത്തിയതിനു ശേഷം തിരിച്ചു പോവുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു കണ്ടെത്തലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ തിമിംഗലങ്ങൾ കേരള തീരത്ത് കൂടെ യാത്ര ചെയ്യുന്നുവെന്നും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സഞ്ചാര മാർഗമാണെന്നും ഇതെല്ലാം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളായതുകൊണ്ട് തന്നെ ഇവയെപ്പറ്റി കൂടുതൽ കാര്യമായി പഠിക്കണമെന്നുള്ളൊരു ആശയം ഉണ്ടാകുകയും അങ്ങനെ നമ്മൾ പഠനം തുടങ്ങുകയും ചെയ്തത്. അങ്ങനെ തുടങ്ങിയ പഠനം ഇതിൻ്റെ ശബ്ദം, പ്രത്യേകിച്ചും ഹംബാക്ക് വെയിൽ എന്ന് പറയുന്ന കൂനൻ തിമിംഗലത്തിൻ്റെ ശബ്ദം രേഖപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വിഴിഞ്ഞം തീരത്ത് വിഴിഞ്ഞത്തിനും പൂവാറിനും ഇടയ്ക്ക് നമ്മളൊരു ഹൈഡ്രോഫോൺ സ്ഥാപിക്കുന്നത്. ഈ ഹൈഡ്രോഫോൺ എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ പ്രത്യേകത, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദകിരണങ്ങളെയൊക്കെ തന്നെ റെക്കോർഡ് ചെയ്യും. അതൊരു കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആണ്. നമുക്കൊരു വീഡിയോ റെക്കോർഡിംഗ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു സംവിധാനമില്ല. നമുക്ക് ശബ്ദമാണെന്നുണ്ടെങ്കിൽ ഈ 3 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രീതിയിൽ 24 മണിക്കൂറും ശബ്ദം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് ചിലപ്പം ചെറിയ മത്സ്യങ്ങളുടെയും മറ്റ് ശബ്ദങ്ങളും ഒക്കെ തന്നെ അതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടാം. അപ്പോൾ അതിൽ നിന്ന് ഈ 3 മാസം നമ്മൾ കഴിഞ്ഞ മാർച്ചിലാണ് ഈ ഹൈഡ്രോഫോണ് വിഴിഞ്ഞം തീരത്ത് സ്ഥാപിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂണിൽ അതിനെ പുറത്തെടുത്തു. അതിനകത്തുള്ള ഡേറ്റ മുഴുവൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ ഒരു 2 ആഴ്ച അതിൻ്റെ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വിശകലനത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത് വളരെയധികം വളരെ അപൂർവമായ നീലത്തിമിംഗലത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ റെക്കോർഡ് ചെയ്തതെന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഓരോ തിമിംഗലങ്ങളും അവരുടെ ശബ്ദത്തിൻ്റെ രീതിയിൽ വ്യത്യാസമുണ്ട്. സാധാരണഗതിയിലെ തിമിംഗലങ്ങളെ ശബ്ദം പുറപ്പെടുവിക്കുന്നത് പല ഉദ്ദേശങ്ങൾക്കാണ്. ഒന്ന്, ഒരു ആഹാരത്തിൻ്റെ ഒരു സ്രോതസ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് കൂടെയുള്ള തിമിംഗലങ്ങളെ അറിയിക്കാനും ആ ഒരു രീതിയിലുള്ള ഒരു ശബ്ദമാണ്. നമ്മളതിനെ ഫൊറേജിങ് കോൾ എന്നാണ് പറയുക. ആഹാരം കണ്ടെത്തുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വിശകലനത്തിൽ മനസ്സിലായിരിക്കുന്നത് ഈ തിമിംഗലം പുറപ്പെടുവിച്ചിരിക്കുന്ന ശബ്ദം പ്രധാനമായിട്ടും ആഹാരം തേടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയുന്നത് ഇതിനൊരു ഡേറ്റാബേസ് ഉണ്ട്. അതായത് തിമിംഗലങ്ങളുടെ ഓരോ ഇനം തിമിംഗലങ്ങളും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഇണചേരുമ്പോഴല്ലെങ്കിൽ ഇണയെ കണ്ടെത്താനുള്ള ശബ്ദം അത് കുറച്ചും കൂടെ നീണ്ട ഒരു വിസിലായിരിക്കും. അല്ലെങ്കിൽ സോഷ്യലൈസിങ് ഉണ്ട്, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുകയും ഈ സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ വേറൊരു ശബ്ദമായിരിക്കും പുറപ്പെടുവിക്കുക. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ആവർത്തിക്കനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ അടുത്ത കാലത്തായിട്ട് ഈ ലോകം മുഴുവൻ, പ്രത്യേകിച്ചും ഈ തിമിംഗല വേട്ട നിരോധിച്ചതിന് ശേഷം ഈ തിമിംഗലങ്ങളുടെ സംഖ്യയിൽ വർധന ഉണ്ടായി എന്നുള്ളൊരു കണ്ടെത്തലാണ് ലോകത്തെ ശാസ്ത്ര സമൂഹം ഉള്ളത്. അപ്പോൾ ഈ നീലത്തിമിംഗലത്തിൻ്റെ പ്രത്യേകത ലോകത്തെ ഏറ്റവും വലിയ ജീവിയാണ് എന്നുള്ളത് മാത്രമല്ല, വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്. ഇന്ത്യയിൽ തന്നെ വന്യജീവി സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു ജീവിയാണ്. ഒപ്പം ഇതിൻ്റെ സഞ്ചാരപഥങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യൻ തീരത്ത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല.
അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രീലങ്കയിൽ നിന്ന് നീലത്തിമിംഗലത്തിൻ്റെ ഒരു സോങ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് മലയാളിയായ ഒരു ഗവേഷകയാണത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇന്ത്യൻ തീരത്ത് കാര്യമായ രേഖപ്പെടുത്തലില്ല. ഇപ്പോൾ കേരള തീരത്ത്, പ്രത്യേകിച്ചും തിരുവനന്തപുരം തീരത്തുള്ള ഈ രേഖപ്പെടുത്തലിൻ്റെ ഒരു വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ മഴക്കാലത്തിന് മുമ്പ് നീലത്തിമിംഗലങ്ങൾ ഇതുവഴിയുള്ള ഒരു യാത്ര ചെയ്യുന്ന ഒരു പാതയാണെന്നുള്ള ഒരു തിരിച്ചറിവാണ്. ഇനി കൂടുതൽ പഠനങ്ങൾ വ്യക്തമാക്കും ഇത് ഏത് പോപ്പുലേഷനാണ്. ഉദാഹരണം, ഇത് ലോകമെമ്പാടും ഡിസ്ട്രിബ്യൂഷൻ വിതരണമുള്ള ഒരു ജീവിയാണ് നീലത്തിമിംഗലം. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പോപ്പുലേഷൻ കാണുന്നത് അന്റാർട്ടിക്കയിലാണ്. അതേസമയം ഇന്ത്യൻ ഓഷനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണുന്ന നീലത്തിമിംഗലങ്ങൾക്ക് തന്നെയും വലുപ്പം അല്പം കുറഞ്ഞവയാണ്. അതിനാണ് കുള്ളൻ അല്ലെങ്കിൽ പിഗ്മി ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ പോപ്പുലേഷൻ കൃത്യമായിട്ട് നമുക്ക് ഇന്ത്യൻ തീരത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഓസ്ട്രേലിയൻ തീരത്തും മറ്റ് കോറൽ ഐലൻഡുകളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ ഇവയുടെ സാന്നിധ്യവും അത് പോപ്പുലേഷൻ ഏതാണ്, ഏത് തരത്തിലുള്ളതാണ്, അതിൻ്റെ ജനിതക ഘടന എന്താണെന്നൊക്കെയുള്ളതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും അടുത്ത കാലത്ത് നിരവധി ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം അതാണ്. അപ്പോൾ ഇന്ത്യൻ തീരവും കൂടി ഇത്തരത്തിലുള്ള നീലത്തിമിംഗലങ്ങളുടെ ഒരു യാത്രാപാതയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവാസ കേന്ദ്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം.